നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന 2-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ത്രൈഗുണ്യ വിഷയാഃ വേദാഃ നിസ്ത്രൈഗുണ്യഃ ഭവ അർജുന നിർദ്വന്ദ്വഃ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമഃ ആത്മവാൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ അർജുന, വേദാഃ ത്രൈഗുണ്യ വിഷയാഃ നിസ്ത്രൈഗുണ്യഃ ഭവ നിർദ്വന്ദ്വഃ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമഃ ആത്മവാൻ ഭവ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ അർജുന, വേദങ്ങൾ സത്വരജസ്തമോ ഗുണ സംബന്ധിയായിട്ടുള്ളതാണ്. അല്ലയോ അർജുന, നീ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനും നിത്യസത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനും യോഗക്ഷേമങ്ങളെ ഗണിക്കാത്തവനുമായും ആത്മനിഷ്ഠനുമായും ഭവിക്കുക. നമസ്തേ.